തൻ്റെ ഭർത്താവ് തന്നോട് കാണിച്ച അനീതിയോട് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്, ഒരു ഭരണകൂടം തന്നോട് കാണിച്ച അനീതിക്കെതിരെയാണ് പാവയോ ഇവൾ എന്ന് പറഞ്ഞ് കുമാരനാശാൻ്റെ സീത സംസാരിച്ചത്. എന്താണ് ആ കവിതയുടെ ടൈറ്റിൽ? ചിന്താവിഷ്ടയായ സീതയാണ്. ഞാൻ ചോദിക്കുന്ന, പുതിയ കാലത്ത് ചിന്താവിഷ്ടയാവാൻ സീതയ്ക്ക് അവകാശമുണ്ടോ? ആ ഒരു ചോദ്യമല്ലേ നമ്മുടെ മുമ്പിലേക്ക് ഉയരുന്നത്. ഇത് നിയമപരമായി ഇതിനെ പ്രതിരോധിക്കും ഉറപ്പായിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടാണ് പോകുന്നതെങ്കിൽ ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഒന്നടങ്കം പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ വരെ ഞങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വേണം. അതിനുള്ള പൂർണ്ണമായ പിന്തുണ നമ്മളടക്കമുള്ള മാധ്യമ സമൂഹത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ നമ്മളിപ്പോൾ ക്രൈം ഒരു പരിപാടി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്രൈം എന്ന പരിപാടിയിൽ ഒരു നായകൻ്റെ പേര്, ഒരു ക്രിമിനൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേരിട്ട് വന്നിരിക്കുന്ന ആളാണെങ്കിൽ നമുക്കിത് നാളെ വാർത്ത പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാവുമല്ലോ ബി ഉണ്ണികൃഷ്ണൻ. അതുപോലെ ഇവർ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, എന്നാൽ ദൈവത്തിൻ്റെ പേരുള്ള ആളുകൾ ഇനി മേലാൽ ക്രൈം ചെയ്യില്ലെന്നും ക്രൈമിന് വിധേയരാവില്ലെന്നും ഉറപ്പുവരുത്തുവാനുള്ള എന്തെങ്കിലും ഒരു ക്രമസമാധാനപരമായ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇവർക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? ദൈവത്തിൻ്റെയോ ദേവിയുടെയോ പേരുള്ള ഒരു സ്ത്രീ നാളെ ഒരു അതിക്രമത്തിനും വിധേയാവില്ലെന്ന്? ഇത് അങ്ങേറ്റത്തെ അസംബന്ധമാണ് ബി ഉണ്ണികൃഷ്ണൻ. എന്തായാലും അങ്ങയുടെ നിലപാടിനോട് നമ്മൾ പൂർണ്ണമായും യോജിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനെതിരെ പൊതുസമൂഹത്തിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതാണ്.